ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശാലിനി അതെല്ലാം കേട്ട് അതിശയപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ശാലിനിയെ ഒന്നുകൂടി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വിഷ്ണു വേഗം ശാരദാമ്മ അരികിലേക്ക് വരുന്നത് പോലെ അഭിനയിച്ച് അത് ശാരദാമ്മ എന്ന് പറഞ്ഞതും ശാലിനിയുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കിയ ഉടനെ വിഷ്ണു ശാലിനിയെ കോരിയെടുക്കുന്നു. തന്റെ കയ്യിൽ അങ്ങനെ കോരിയെടുത്ത് ശാലിനിയെ വട്ടം ചുറ്റിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ട ഒന്ന് നിർത്ത്, ഒന്ന് താഴെ ഇറക്ക്, ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് ശാലിനി ബഹളം വെച്ചതും വിഷ്ണു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പതിയെ ശാലിനിയെ താഴെ നിർത്തി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ട ഇത് ആരെങ്കിലുമൊക്കെ കാണും, വിഷ്ണുവേട്ട ഞാനേ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കളക്ടറാണ്, അത് മറക്കണ്ട എന്ന് ശാലിനി അറിയിച്ചു. ശാലിനിയുടെ പരിഭവത്തോടെയുള്ള വാക്കുകൾ കേട്ട് വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ ശാലിനിയോട് പറഞ്ഞു, അതെ, ഇതൊക്കെ ഇനി ആൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഈ കളക്ടറെ പ്രജാക്ഷേമ തൽപരയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പ്രജകളിൽ ഒരാളാണ് ഈ ഞാനും. അതുകൊണ്ട് തന്നെ എന്റെ ക്ഷേമം നോക്കേണ്ടതും ഈ കളക്ടറുടെ ഉത്തരവാദിത്തമാണ് എന്നറിയിച്ചു. അപ്പോഴാണ് ശാലിനി ചോദിച്ചത്, അത് എന്തെങ്കിലും ശുപാർശയുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വീണ്ടും ചിരിച്ചുകൊണ്ട് ശാലിനിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അരികിലേക്ക് ചേർന്ന് ശാലിനിയുടെ കവിളിനോട് അടുത്തെത്തിയിട്ട് പറഞ്ഞു, അതെ, ഒരു ശുപാർശയുണ്ട്, എന്താ തരട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ തള്ളി മാറ്റുന്നു. അയ്യടാ, അപ്പൊ ശുപാർശയും പോക്കറ്റിലിട്ടുകൊണ്ടായി വരവ് അല്ലെ എന്ന് വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു. വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ശാലിനിയെ കൊണ്ടുപോകാനായിട്ടുള്ള കാറ് വന്നത്. അത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, ഓ ഇതിപ്പോ എന്നിങ്ങനെ പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതെ, എനിക്ക് പോകാൻ സമയമായി, അതെ, ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാട്ടോ എന്ന് ശാലിനി പറയുമ്പോ ചിരിച്ചുകൊണ്ട് രാമേട്ടൻ കാറിൽ നിന്നിറങ്ങി വേഗം സിറ്റൗട്ടിലേക്ക് വന്നു. വിഷ്ണുവിനെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഉടനെ രാമേട്ടൻ ശാലിനിയോട് പറഞ്ഞു, അതെ മോളെ, ആ ബുക്ക് ബുക്ക് തന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഓ ബുക്കോ, അത് ശരി, രാമേട്ടൻ അകത്തേക്ക് കയറുക, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ശാലിനി രാമേട്ടനോട് അകത്തേക്ക് വരാൻ പറയുമ്പോൾ വിഷ്ണു ആകെ സംശയത്തോടെ നോക്കി. ഇത് കണ്ടതോടെ ശാലിനി പറഞ്ഞു, അത് പിന്നെ ഒരു നന്ദന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് IAS സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ ബുക്സ് കൊടുക്കാമെന്ന് കരുതി. ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പൊ പിന്നെ എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയുള്ള സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ കഷ്ടപ്പാട്, അവര് പഠിക്കുമ്പോഴുണ്ടാകുന്ന ദുരിതവും എത്രത്തോളമാണെന്ന്. അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ശരി, ചെല്ല് രാമേട്ട എന്ന് പറഞ്ഞ് രാമേട്ടനും ശാലിനി അകത്തേക്ക് പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും കൂടി ബുക്ക് എടുക്കാനായി അകത്തേക്ക് പോയതും പുറത്ത് കിടക്കുന്ന കാറിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം വിഷ്ണു വീണ്ടും ഒന്നും ശ്രദ്ധിക്കാതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നതും പെട്ടെന്ന് വിഷ്ണുവിന് ഒരു ചിന്ത മനസ്സിലേക്ക് എത്തിയത്. വിഷ്ണു ആകെ സംശയത്തോടെ ഒന്നുകൂടി ആ കാറിലേക്ക് ഒന്ന് നോക്കി. അതിനുശേഷം വേഗം വിഷ്ണു കാറിന് അരികിലേക്ക് ഓടിയെത്തി. അവിടേക്ക് വന്ന് വിഷ്ണു കാറിന്റെ ടയറുകളെല്ലാം ഒന്ന് നോക്കി. അപ്പോഴേക്കും തന്നെ ആരെങ്കിലും കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആരും തന്നെ കാണാതിരിക്കാനായി കാറിന്റെ ഏറ്റവും പിന്നിലത്തെ ടയറിന് അരികിലേക്ക് ചെന്നു. എന്നിട്ട് ആ കാറിന്റെ ടയർ ഒന്ന് പരിശോധിച്ചു. ഓ, നിറച്ച് എയർ ആണല്ലോ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം നിലത്ത് കിടക്കുന്ന ഒരു കമ്പെടുത്ത് കുത്തി നോക്കി. അതിന്റെ കാറ്റ് ഉരുവിടാൻ ആദ്യം ഒരു ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ടപ്പോ വിഷ്ണു അവസാനം ആ മുറ്റത്ത് കിടന്ന ഒരു പിന്നെടുത്ത് ആ ടയറിന്റെ വാൽവിലേക്ക് കുത്തിയിറങ്ങി. അങ്ങനെ ടയറിന്റെ കാറ്റ് മുഴുവൻ പോകുന്നത് കണ്ട് വിഷ്ണു സന്തോഷിച്ചു. അതെ, എന്നോട് ശുപാർശ ചോദിച്ചതല്ലേ, ഇനി എന്റെ പിന്നാലെ ശുപാർശയായിട്ട് നടക്കും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ വളരെ സന്തോഷത്തോടെ ടയറിന്റെ കാറ്റ് മുഴുവൻ ഊരിവിട്ടു. അപ്പോഴേക്കും ശാലിനിയും രാമേട്ടനും കൂടി ബുക്സ് ഒക്കെ ആയിട്ട് നേരെ ഹാളിലേക്ക് വരുന്നുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി. വേഗം തന്നെ വിഷ്ണു ആർക്കൊരു സംശയം തോന്നാതിരിക്കാനായി നേരെ സിറ്റൗട്ടിലേക്ക് ഓടി വന്നിട്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പാവത്താനെ പോലെ തന്നെ പഴയതുപോലെ തന്നെ അവിടെ നിന്നു. അപ്പോഴാണ് ശാലിനിയും രാമേട്ടനും ബുക്സുമായിട്ട് നേരെ പുറത്തേക്ക് വന്നത്. ഉടനെ വിഷ്ണു ആകെ പുഞ്ചിരിയുടെ അങ്ങ് നിൽക്കുമ്പോൾ രാമേട്ട, ഇത് കാറിൽ കൊണ്ട് വെച്ചേക്കോ, നമുക്ക് ഇറങ്ങിയേക്കാം എന്ന് ശാലിനി പറഞ്ഞു. രാമേട്ടൻ അതുമായിട്ട് നേരെ കാറിനരികിലേക്ക് പോയി പിൻസീറ്റിലേക്ക് ആ ബുക്സ് എടുത്തു വെക്കുന്നു. ഈ സമയത്ത് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു, അപ്പൊ വിഷ്ണുവേട്ട, ഞാൻ ഇറങ്ങുക, എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ പിന്നീട് ഞാൻ വിളിക്കാട്ടോ, അതിനുശേഷം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോ ശരി ആയിക്കോട്ടെ എന്ന് വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ നോക്കി. ഇത് കണ്ടതോടെ ശാലിനി ചോദിച്ചു, എന്താ ഒരു കള്ളത്തരം എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് വിഷ്ണു ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനെ പോലെ സംസാരിച്ചു. പെട്ടെന്ന് ശാലിനിയുടെ ബുക്കൊക്കെ ആ പിൻസീറ്റിൽ വെച്ചതിന് ശേഷം ഡോർ അടച്ച് പുറത്തേക്ക് ഇറങ്ങിയ രാമേട്ടൻ ടയർ കണ്ടതും ആകെ ഞെട്ടി. അയ്യോ, കാറ്റില്ലല്ലോ. ഉടനെ തന്നെ ശാലിനിയെ വിളിച്ചു, കുഞ്ഞെ, ഈ പുറകിലെ ടയറ് പഞ്ചറായി എന്നറിയിച്ചു. അത് കേട്ടതും ശാലിനി ആകെ ടെൻഷനിലായി. പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു, അയ്യോ, പഞ്ചറായോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് വിഷ്ണു ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു. പെട്ടെന്നാണ് ശാലിനി ചോദിച്ചത്, ഇനിയിപ്പോ ഞാൻ എന്നെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എങ്ങനെ പോകും എന്ന് ശാലിനി സങ്കടത്തോടെ ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു, അതെ, ഇനിയിപ്പം
ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനി കളക്ടറുടെ നിയമങ്ങൾക്കൊന്നും എതിരല്ല എന്നുണ്ടെങ്കിൽ എന്റെ ബുള്ളറ്റ് വേണമെങ്കിൽ കളക്ടറേറ്റ് വഴി തിരിച്ചു വിടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും രാമേട്ടൻ വിളിച്ചു പറഞ്ഞു, അതെ സാറേ ലൂഞ്ഞ് സ്റ്റെപ്പിനി ഉണ്ട്, ഞാനിപ്പോ മാറ്റിയിടാം. ഉടനെ വിഷ്ണു ആലോചിച്ചു, അയ്യോ അപ്പൊ മറ്റേ ടയർ കൂടി കാറ്റ് അഴിച്ചു വിടേണ്ടതായിരുന്നല്ലോ എന്ന് വിഷ്ണു ഇങ്ങനെ പതുക്കെ ശബ്ദം താഴ്ത്തി പറയുമ്പോ ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുടൻ പറഞ്ഞത്? ഒന്നുമില്ല, അല്ല സ്റ്റെപ്പിന് മാറ്റം പിന്നെ സമയം ഒത്തിരി എടുക്കുമല്ലോ എന്ന് കരുതി പറഞ്ഞതാ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനായിട്ട് ആകെ നിരാശയോടെ പോകാനായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടും പോകാൻ മടി കാണിച്ച് വീണ്ടും ഇവിടെ നിന്നു. അപ്പോഴേക്കും രാമേട്ടൻ ടയർ എടുത്ത് ഊരി മാറ്റുന്ന കണ്ടതോടെ വിഷ്ണുവിന്റെ കള്ളത്തരം കണ്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ ഇനിയിപ്പോ സ്റ്റെപ്പിനെയൊക്കെ മാറ്റിയിടുമ്പോൾ നേരെ ഒത്തിരി ആവും കേട്ടോ, സ്റ്റെപ്പിനെ ഊരി എടുക്കുക, പിന്നെ ഇടുക, പിന്നെ ഊരുക, പിന്നെ ഇടുക, അങ്ങനെയൊക്കെ വരുമ്പോ സമയം പോകും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു, എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോകാൻ ഭാവിച്ചിട്ടും എന്നാ പോകുന്നുണ്ടോ അതും ഇല്ല എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ വിഷ്ണു അങ്ങനെ ഒന്ന് പരുങ്ങുന്നത് കണ്ടതോടെ ശാലിനി ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു. അപ്പോഴേക്കും വിഷ്ണു ആകെ ശാലിനിയെ വളരെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ ശാലിനി ചോദിച്ചു, എന്നാ ശരി നമുക്ക് പോയാലോ, ഇറങ്ങാം എന്ന് ശാലിനി ചോദിച്ചു. ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് ആണോ എന്ന് ചോദിച്ചപ്പം അതെ പോകാം എന്ന് ശാലിനി സമ്മതിച്ചു. വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയുടെ കൈ പിടിച്ച് വേഗം തന്റെ ബുള്ളറ്റിന്റെ അരികിലേക്ക് ശാലിനിയെ കൂട്ടുന്നു. ശാലിനി ബുള്ളറ്റിലേക്ക് കയറുന്നതിന് വേണ്ടി വിഷ്ണു വേഗം തന്റെ ബുള്ളറ്റ് തിരിച്ച് ശാലിനിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ശാലിനി വിഷ്ണുവിന്റെ ബുള്ളറ്റിന്റെ പിന്നിലേക്ക് കയറിയിരിക്കുമ്പോ വിഷ്ണു ചോദിച്ചു, എന്നാ പോയാലോ? ശരി പോകാമെന്ന് ശാലിനി സമ്മതിച്ചു. വിഷ്ണുവിന്റെ വയറ്റിലേക്ക് ശാലിനി അങ്ങനെ കൈവച്ച് ചേർന്ന് അങ്ങനെ ഇരുന്ന് ശാലിനി ആ ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് പോകുമ്പോ ശാരദാമ്മ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടി ബുള്ളറ്റിൽ പോകുന്ന കാഴ്ച കണ്ടതോടെ ശാരദാമ്മക്ക് ആകെ സംശയമായി. അതിശയത്തോടെ ശാരദാമ്മ അങ്ങനെ നോക്കുമ്പോ സ്റ്റെപ്പിനി മാറിയിരുന്ന രാമേട്ടൻ വിളിച്ചു പറഞ്ഞു, കാറിന്റെ ടയർ പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇടുന്നതിൽ മുഴുകുന്ന രാമേട്ടൻ ആ സമയത്ത് ശാരദാമ്മ ഒരു കള്ളച്ചിരിയോടെ വിഷ്ണു ആ കാറ് പഞ്ചറാക്കിയതായിരിക്കും എന്ന് മനസ്സിലാക്കിയതുപോലെ ചിരിച്ചുകൊണ്ട് ശാരദാമ്മ അവിടെ നിന്നു. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയും കൂട്ടി ബുള്ളറ്റിൽ അങ്ങനെ പോകുന്നതിനിടയിൽ വഴിയിൽ കണ്ട ഗട്ടറിലൊക്കെ വിഷ്ണു വണ്ടി ഇറക്കുന്നു. ഗട്ടറിൽ ചാടുമ്പോഴൊക്കെ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ അങ്ങനെ മുറുകെ പിടിച്ചു, തോളത്ത് അങ്ങനെ മുറുകെ പിടിക്കുകയും വിഷ്ണുവിന് അരികിലേക്ക് വന്ന് ശാലിനി ചേർന്നങ്ങ് ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിഷ്ണു അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ടോടി. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുട്ടാ വണ്ടി നിർത്തിക്കേ. പെട്ടെന്ന് വിഷ്ണു ആകെ അതിശയപ്പെട്ടു പോയി വണ്ടി നിർത്തി. ആ നിമിഷം തന്നെ വിഷ്ണുവിന്റെ ബുള്ളറ്റിന്റെ പിന്നിൽ നിന്ന് ശാലിനി വേഗം ചാടി ഇറങ്ങി. അത് കണ്ടതും വിഷ്ണു ചോദിച്ചു, എന്താ വണ്ടി നിർത്താൻ പറഞ്ഞത് എന്ന് വിഷ്ണു ചോദിച്ചത്. ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുവിനെ കാണിക്കുന്നത്? അത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു, ഞാനെന്ത് കാണിച്ചതാണല്ലേ എന്ന്, ഞാനെന്ത് കാണിച്ചതാ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, പിന്നെ ഈ ഗട്ടറിലൊക്കെ ചാടി കഴിയുമ്പോ പിന്നെ ഞാൻ എങ്ങനെ എന്ത് ചെയ്യാനാ, വീഴാതിരിക്കാനാ ഞാൻ മുറുകെ പിടിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ അതെന്റെ കുറ്റമല്ല, ഈ വഴിയിലൊക്കെ ഗട്ടർ ഉണ്ടാക്കി വെച്ചത് ഞാനല്ല, രാത്രിയിൽ ഇവിടെ വന്നേ ഇതെല്ലാം കുഴിച്ചിട്ടിട്ടൊന്നും അല്ല ഞാൻ പോയത് എന്ന് വിഷ്ണു അറിയിച്ചപ്പോ ശാലിനി പറഞ്ഞു, അതിനിപ്പം അറിയാൻ കഴിയില്ലല്ലോ, ഇനി അങ്ങനെ ചെയ്തതാണോ എന്ന് പോലും എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, ദേ ആ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ. പെട്ടെന്ന് ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, അതെ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ല, ഇത് പൊതുമരാമത്ത് വകുപ്പിനോടാണ് കളക്ടർ ഇക്കാര്യം ചോദിക്കേണ്ടത്. കളക്ടർ അത് ചോദിച്ചു അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, ശരി ആയിക്കോട്ടെ ഞാൻ ചോദിച്ചോളാം. ഇപ്പോ എന്നെ ഒന്ന് എത്രയും വേഗം കളക്ടറേറ്റിലേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുമോ? എനിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉള്ളതാണ് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ ഈ ഗട്ടറുള്ള വഴിയിലൂടെ പോകുമ്പോഴേ സ്പീഡിൽ വണ്ടി ഓടുമ്പോ ചിലപ്പോ ഗട്ടറിലൊക്കെ ചാടും, അപ്പോ ഏതൊക്കെ എന്റെ കുറ്റമാണെന്ന് പറയല് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വണ്ടിയാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയെന്നും ചെരിഞ്ഞെന്നും ഒക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനായിട്ട് എന്താ കെട്ടുവള്ളമാണോ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനേ എല്ലാരും അറിയെ കെട്ടിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യത്തോടെ എന്റെ ബൈക്കിന് പിന്നിൽ എത്തിക്കൊണ്ട് വന്നത് എന്ന് വിഷ്ണു പറയുമ്പോ ശാലിനി പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനായിട്ട് ഇത് കെട്ടുവള്ളമാണോ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അതെ ഈ വഴി ഇങ്ങനെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ദേവി ഇത് എന്നെ ഒന്ന് വേഗം ഒന്ന് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി എന്നാ ഇനി പരാതി പറയാതിരിക്കണമെങ്കിൽ കേറ് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. എന്നാ ശരി കയറിക്കോ എന്നറിയിച്ചു. പെട്ടെന്ന് വിഷ്ണുവിനോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശാലിനി ആവശ്യപ്പെട്ടു. വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതും വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് കണ്ടതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി. ഉടനെ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവോ എന്ന് ചോദിച്ചു. അതെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അയ്യോ ഇനിയിപ്പം
പെട്രോൾ ഇല്ലേ എന്നിടത്ത് വിഷ്ണു വണ്ടി ഒന്ന് കുലുക്കി നോക്കി. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, പെട്രോൾ ഇല്ലേ? ഇവിടെ അടുത്തെങ്ങും പെട്രോൾ പമ്പും ഇല്ല, ഞാൻ ആകെ പെട്ടുപോവോ എന്ന് ശാലിനി ചോദിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, ആ കണ്ടില്ലേ, അങ്ങനെയാണെങ്കിലേ ഇവിടെ എവിടെയാണ് അടുത്തെങ്കിലും ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിന് ടെൻഡർ വന്നാൽ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചോണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്റെ വണ്ടി നിമിത്തമായല്ലോ, ഞാനും എന്റെ വണ്ടി നിമിത്തമായല്ലോ എന്നറിയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമുണ്ടെന്നറിയുമോ എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുന്നു. ഇത് കേട്ടതും ശാലിനി ചോദിച്ചു, എന്നെ ഒന്ന് വേഗം കളക്ടറിൽ എത്തിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും ക്യാബ് പിടിച്ചു പൊക്കോളാം, അതേ നടക്കൂ എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ ചെയ്യാനായി പോകുന്നത് കണ്ട് വേഗം വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചു. അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായത് കണ്ടതോടെ വിഷ്ണുവിന് സന്തോഷമായി. അതെ അതെ, ദാ വണ്ടി സ്റ്റാർട്ടായി, വേഗം വാ, വേഗം കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് ശരി, വണ്ടിക്ക് നല്ല അനുസരണയുണ്ട്, പക്ഷെ വണ്ടിയുടെ ഉടമസ്ഥന അനുസരണ ഇല്ലാത്തത് എന്ന് പറഞ്ഞ് ശാലിനി ബൈക്കിന് പിന്നിലേക്ക് കയറി. അങ്ങനെ ബുള്ളറ്റിന് പിന്നിലിരുന്ന് വിഷ്ണു ശാലിനിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ കുറച്ചു ദൂരം പോകുമ്പോ വിഷ്ണു പറഞ്ഞു, അതെ, ചിലപ്പോ കുറച്ച് സ്പീഡിലൊക്കെ പോകുമ്പോഴേ ബുള്ളറ്റ് ചിലപ്പോ ഈ ഗട്ടറിലൊക്കെ ചാടിയെന്നിരിക്കും, അതിന് ഞാൻ ഇടിച്ചെന്നൊന്നും മനഃപൂർവ്വം ചാടിച്ചെന്നൊന്നും പരാതി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് വിഷ്ണു ചോദിച്ചു, അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ഗട്ടർ കണ്ടതോടെ ശാലിനി പറഞ്ഞു, അതെ, ദാ ഗട്ടർ ഗട്ടർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗട്ടറിൽ ചാടിയതും വിഷ്ണു ശാലിനിയോട് പറയുന്നത് കേട്ട് ശാലിനിയെ നോക്കാൻ വന്ന നേരത്ത് ഗട്ടറിൽ ചാടിയതും ശാലിനി വേഗം തന്നെ വിഷ്ണുവിന്റെ പുറത്ത് വന്ന് ഇടിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ പുറത്തൊരു ഉമ്മ കൊടുത്ത പോലെ ആയതോടെ വിഷ്ണു പറഞ്ഞു, ആ അതെനിക്ക് സുഖമായി, കൊള്ളാം, എനിക്ക് ഒത്തിരി സുഖിച്ചു എന്നിങ്ങനെ പറയുമ്പോ ശാലിനി ചോദിച്ചു, എന്താ? അല്ല, ഈ ഗട്ടറിലേക്ക് ചാടി കഴിയുമ്പോഴേ വണ്ടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടി, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും ശാലിനി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ തലകുലുക്കി. അപ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു, അല്ല, എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത് എന്ന് ശാലിനി അന്വേഷിച്ചതും വിഷ്ണു ചോദിച്ചു, അതെ, വേറൊന്നുമല്ല, ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേ വലിയ പരിഭവവും ഒക്കെ എന്നോട് കാണിച്ചല്ലോ, എന്തായിരുന്നു വല്ലാത്ത കുശുമ്പോടെയും കുത്തുവെച്ച് മുന വെച്ചൊക്കെയുള്ള സംസാരവും, എന്താ കാര്യം, എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഓ അതോ, അതിപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, മനസ്സിലായി അല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ശാലിനിയോട് വിഷ്ണു ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ കരുതി എനിക്കൊരു ട്രീറ്റ് തരുമെന്നും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്നും ഒക്കെ, അതിനുശേഷം എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇവൾ എന്റെ പെണ്ണാണെന്നും ഇനി ഇവൾ ജീവിക്കുന്നത് എന്റെ ഒപ്പം ആണെന്നും ഒക്കെ പറയുമെന്നൊക്കെ കരുതി, പക്ഷെ ഒന്നും നടന്നില്ല. അതിന്റെ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു, അത് അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ശാലിനി പറഞ്ഞു. പെട്ടെന്ന് വിഷ്ണു അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് തലകുലുക്കുകയും വണ്ടി അങ്ങ് നിർത്തി. ഇത് കണ്ടതോടെ ശാലിനി ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അതേ, ഇങ്ങോട്ട് ഇറങ്ങ്. ബൈക്കിൽ നിന്ന് ശാലിനി ഇറങ്ങിയതും വിഷ്ണുവിന് ചോദിച്ചപ്പോ ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുവേട്ടാ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, നമുക്ക് ആ പരിഭവം അങ്ങ് തീർക്കാം, അത് തീർത്തിട്ട് അങ്ങ് മുന്നോട്ട് പോകാം, അതല്ലേ നല്ലതെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതെ, ദയവ് ചെയ്ത് എനിക്കിപ്പം കളക്ടറേറ്റിൽ എത്തണം, ഇന്നത്തെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതാണ് എനിക്ക് അർജന്റ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് അവിടെ കൊണ്ടു എത്തിക്കാമോ എന്ന് ചോദിച്ചു. വിഷ്ണു വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് കണ്ടതോടെ ശാലിനി പറഞ്ഞു, ഓ, ഇന്ദു എന്നെ കൊണ്ട് ക്യാബ് വിളിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി. ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു, അതേ, വണ്ടി സ്റ്റാർട്ടായി, കയറിക്കോ എന്ന് പറഞ്ഞത് ശാലിനി വിഷ്ണുവിന്റെ തലയിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തിട്ട് വേഗം ബുള്ളറ്റിന് പിന്നിൽ കയറി. വണ്ടി ഓടിച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവത്തോടെ വിഷ്ണു ഇരിക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, അതെ, ഈ വണ്ടി ഓടിക്കുന്നതിനിടയിലെ ചെറിയ ഗട്ടറൊക്കെ കണ്ടാലേ ചാടിച്ച കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് ശാലിനി പറയുമ്പോ ആ വാക്ക് കേട്ട് വലിയ സന്തോഷത്തോടെ വിഷ്ണു ചിരിക്കുന്നു. അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ പിന്നിലിരുന്ന് ആ കളക്ടറേറ്റ് വരെ യാത്ര ചെയ്തു. കളക്ടറേറ്റിലേക്ക് പോകുന്നതിനിടയിൽ വിഷ്ണു മനസ്സിൽ കരുതിയത് അന്ന് ശാലിനി ആദ്യമായി താൻ കണ്ടതും ശാലിനിയുടെ ആക്റ്റീവയ്ക്ക് പിന്നിലൂടെ താൻ കമലിനെയും കൂട്ടി യാത്ര ചെയ്തതും അതിനുശേഷം ശാലിനി തന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്തതും പിന്നീട് ശാലിനിയുടെ ആക്റ്റീവയ്ക്ക് പിന്നിലിരുന്ന് താൻ യാത്ര ചെയ്തതുമൊക്കെയുള്ള ആ രംഗങ്ങളെല്ലാം വിഷ്ണു ഓർമ്മിക്കുന്നു. അങ്ങനെ ഓരോ പഴയ കഥകൾ ഓർത്ത് വിഷ്ണു വേഗം കളക്ടറേറ്റിലേക്ക് വന്ന് കയറിയതും വണ്ടി അവിടെ നിർത്തി കഴിയുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതെ, കളക്ടറേറ്റ് എത്തിയത് അറിഞ്ഞില്ലല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശാലിനി പുറത്തിറങ്ങിയിട്ട് ശാലിനി പറഞ്ഞു, ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന്? ഞാൻ നന്നായിട്ട് അറിഞ്ഞു എന്ന് വിഷ്ണുവിനോട് അറിയിച്ചു. വിഷ്ണു ആകെ അതിശയപ്പെട്ട് നോക്കുമ്പോ ശാലിനി പറഞ്ഞു, അല്ല വിഷ്ണുവേട്ടാ, ഇവിടെ അടുത്ത് എവിടെയാ നന്നായിട്ട് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന നല്ലൊരു ഹോസ്പിറ്റൽ ഉള്ളത്, നല്ലൊരു സ്ഥലം ഉള്ളത്?
അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണം. എന്താ ശാലിനി, ആർക്കാ എന്ന് ചോദിച്ചപ്പോ, വേറെ ആർക്കാ, എനിക്ക് തന്നെ. റോഡിലുണ്ടായിരുന്ന ഒറ്റയൊരു കുണ്ടും കുഴിയും വെറുതെ വിട്ടിട്ടില്ലല്ലോ, എല്ലായിടത്തിലും ചാടിച്ചില്ലേ. എന്റെ നടുവിന് ഇണക്ക് തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, അതെ, ഞാനല്ലല്ലോ ഈ വഴിയല്ല ഈ അവസ്ഥയിലാക്കിയത്. ഇതുപോലെയുള്ള വഴിയിലൂടെയാണ് പാവങ്ങളായിട്ടുള്ള ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം വലിയ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ഒന്ന് മനസ്സിലാക്കണം, സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ് എന്ന്. അത് കേട്ടതും ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു, അതെ, അല്ല, ഇപ്പോ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിന് ഇതൊക്കെ ഇത്രത്തോളം സ്നേഹം അപ്പൊ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അതെ, ഇത്രയല്ല, എത്രത്തോളം ഉണ്ട് എന്നും എത്രത്തോളമാണ് എന്നും ദാ ഇവിടെ ഈ ഇടനെഞ്ചിനുള്ളിൽ അത് കൃത്യമായിട്ട് തന്നെ ഉണ്ട്. അത് തുറന്നു കാട്ടാനും വലിച്ചു കാട്ടാനും എനിക്ക് കഴിയില്ല എന്ന് മാത്രം എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു, എന്റെ മനസ്സിലുമുണ്ട് അങ്ങനെ ഒരു വേദനയും പിടച്ചിലും ഒക്കെ എന്ന് വിഷ്ണുവിനോട് ശാലിനിയും അറിയിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, താൻ എത്രയൊക്കെ പോയാലും എങ്ങോട്ടൊക്കെ പോയാലും എന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ്, എത്രയൊക്കെ ദൂരെ പോയാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും താൻ എന്നെ മറക്കില്ലെന്നും എന്റെ അരികിലേക്ക് താൻ മടങ്ങി എത്തുമെന്നുള്ള വിശ്വാസം അത് എനിക്കുണ്ടായിരുന്നു. അതാണ് എന്നെ 6 വർഷക്കാലം ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വിഷ്ണു അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഈ 6 വർഷക്കാലത്തെ പരിഭവവും വേദനയും എല്ലാമാണ് എന്റെ മനസ്സിലുള്ളത്. അത് പക്ഷെ എനിക്ക് തുറന്നു കാണിച്ചു തരാൻ കഴിയില്ല എന്ന് ശാലിനി അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് വിഷ്ണു ശാലിനി നോക്കുമ്പോൾ ശാലിനി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും, എന്നാ ശരി, ഞാൻ പോട്ടെ, എനിക്ക് മീറ്റിംഗ് തുടങ്ങാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു, അതെ, ഒരു മിനിറ്റ്, അപ്പോ വൈകിട്ട് തിരിച്ചു പോകാനായിട്ട് ഇനി ഞാൻ പറഞ്ഞോ അതോ രാമേട്ടൻ കാർ ശരിയായി കൊണ്ടുവരുവോ എന്ന് ചോദിച്ചു. ശാലിനി പറഞ്ഞു, ഇനി അഥവാ രാമേട്ടൻ കാറുമായിട്ട് വന്നില്ലെങ്കിൽ തന്നെ ഞാനൊരു ക്യാബ് വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോളാം. ഇനി എന്തായാലും ഈ ബുള്ളറ്റിന് പിന്നിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. ഉള്ള കുണ്ടും കുഴിയിലും ചാടിച്ച് എന്റെ നടു ഒടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അത് ശരി, ഇതാണ് ഈ എല്ലാ പെണ്ണുങ്ങളുടെയും പ്രശ്നം എന്ന് പറഞ്ഞ് വിഷ്ണു ശബ്ദം ഉയർത്താൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു, അയ്യോ പതുക്കെ, ഇത് കളക്ട്രേറ്റാ എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു, അയ്യോ സോറി കേട്ടോ, അതെ, പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം ഇത് തന്നെയാണ്. കൈയും കാലും കാണിച്ച് തേനെ പാലയെന്നെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് കാര്യം സാധിക്കും. അതിനുശേഷം നമ്മൾ വെറും കറിവേപ്പിലയായിട്ട് തള്ളിക്കളയും. ഇപ്പൊ കണ്ടില്ലേ, ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടോ ഞങ്ങളെ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാ എല്ലായിടത്തും കിട്ടുന്നത്. ഞാൻ വിചാരിച്ച എന്താ, ഞാൻ നിർബന്ധിച്ചൊന്നും അല്ലല്ലോ, വേണമെങ്കിൽ കൃത്യസമയത്ത് ഇവിടെ ഒന്ന് ഓഫീസിൽ എത്തിക്കോട്ടെ എന്ന് കരുതി വണ്ടിയുടെ ടയർ പഞ്ചറായപ്പോ ഞാൻ എന്റെ ബുള്ളറ്റിൽ കയറ്റി ഇവിടെ വരെ എത്തിച്ചു. എന്നിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നോട് മറുപടി പറയുന്നത് എന്താ? ഞാൻ ചോദിച്ചപ്പോ എന്നെ ചുമ്മാ നാണം കെടുത്തുന്ന പോലെ സംസാരിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാൽ മതി, കാറ് പഞ്ചറായാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എപ്പോ വേണേലും, എനിക്കത് വിരോധമൊന്നുമില്ല എന്ന് വിഷ്ണു പറയുമ്പോ ശാലിനി പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചത്. ശാലിനി വിഷ്ണു ചോദിക്കുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു, അതിനെന്താ, ചോദിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് വിഷ്ണു അറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ഒരു ടയറിന്റെ കാറ്റ് മാത്രമേ അഴിച്ചു വിട്ടുള്ളൂ, അതോ വേറെ ടയറിനെ അഴിച്ചു വിട്ടോ? വേറൊന്നുമല്ല, ഇത്രയും നേരമായിട്ടും രാമേട്ടൻ ഇങ്ങോട്ട് എത്തിയില്ല, അതാ എന്ന് പറഞ്ഞതും വിഷ്ണു ആകെ ചമ്മലോടെ ശാലിനിയെ നോക്കി. ഉടനെ ശാലിനി ചോദിച്ചു, അല്ല, വേറെ ടയർ വല്ലതും കാറ്റഴിച്ച് വിട്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, പതുക്കെ തന്റെ ബുള്ളറ്റിന്റെ കണ്ണാടിയൊക്കെ ശരിയാക്കുന്ന വിധത്തിൽ ചമ്മിക്കൊണ്ട് ചോദിച്ചു, അപ്പോ കണ്ടു അല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിന്റെ ആ ഇടത് കൈയിൽ കടന്നു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 6 വർഷത്തെ പരിഭവവും പിണക്കവും പരാതിയൊക്കെ ഉണ്ട് എന്ന്. എന്നാൽ അതോടൊപ്പം എന്റെ വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നു. ഈ വിഷ്ണുവേട്ടൻ വേറെങ്ങും പോയിരുന്നില്ല, എന്റെ ഈ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, അന്നും ഇന്നും എന്നും. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടന്റെ ഒരു സ്വഭാവം, ഒരു വാക്ക് മാറിയാൽ അല്ലെങ്കിൽ ഒരു നോട്ടം മാറിയാൽ, വിഷ്ണുവേട്ടന്റെ ശബ്ദം മാറിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടന്റെ സന്തോഷവും കള്ളത്തരങ്ങളും അങ്ങനെയുള്ള പ്രവൃത്തികളും ഒക്കെ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതാ ഞാൻ ചോദിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു. വിഷ്ണുവേട്ടന്റെ ഓരോ ചലനങ്ങളും ഈ ശാലിനിക്ക് അറിയാൻ കഴിയും, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ അരികിൽ നിന്ന് ആ കൈയിൽ നിന്ന് തന്റെ കൈ മാറ്റി വേഗം അകത്തേക്ക് കയറി പോകുമ്പോൾ വിഷ്ണു വളരെ അതിശയത്തോടെ ശാലിനിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അതിനുശേഷം ശാലിനി ഓഫീസിലേക്ക് പോയി മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ കുട്ടികളെ
സ്കൂളിലേക്ക് എത്തിയ സത്യയും പപ്പിയും അവിടെ ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാമിന് വേണ്ടി അവർ ഓരോ കണ്ടന്റ് തയ്യാറായിക്കൊണ്ടിരുന്നു. ഓരോ തേമ റെഡിയാക്കുമ്പോൾ എച്ച് എത്തി അവരോട് പറഞ്ഞു, അതെ, നാളെ ഫാദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് എല്ലാ കുട്ടികളും അവരുടെ ഫാദേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കണം എന്നറിയിച്ചു. എല്ലാവരും ഒക്കെ പറയുമ്പോൾ സത്യ മാത്രം ആകെ നിരാശയോടെ മാറിയിരുന്നു. ഇത് കണ്ടതോടെ അരികിലേക്ക് എത്തി പപ്പി ചോദിച്ചു, എന്തു പറ്റി സത്യയെ, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോഴേക്കും സത്യ തന്റെ അച്ഛന്റെ കാര്യമാണ് അതിന് കാരണമെന്നുള്ള രീതിയിൽ വിഷമത്തോടെ സത്യയെ നോക്കി. ഉടനെ സത്യ പപ്പിയെ നോക്കുമ്പോ പപ്പി പറഞ്ഞു, സത്യയെ സങ്കടപ്പെടണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സത്യയെ സമാധാനപ്പെടുത്തി. ഈ സമയത്ത് ശാലിനി തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട് ശാരദാമ്മ ശാലിനിയെ വിളിച്ചു. അത്യാവശ്യമായിട്ട് എവിടേക്ക് വരാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാനായി ശാലിനി വേഗം മീറ്റിംഗ് കഴിഞ്ഞതും കളക്ടറേറ്റിൽ നിന്ന് വേഗം തന്നെ ശാരദാമ്മയ്ക്ക് അരികിലേക്ക് എത്തി. അപ്പോഴേക്കും അവിടെ സത്യഭാമയും കുറച്ച് ആളുകളും കൂടി വന്നിരിക്കുന്ന കാഴ്ച കണ്ടു. എന്തായെന്ന് അതിശയത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സത്യാമ്മ ശാലിനിയുടെ കയ്യിലേക്ക് ആ തട്ടത്തിലിരിക്കുന്ന ആ സാരിയും മറ്റ് ആചാരപ്രകാരമുള്ള ആ സ്വീകരണ തട്ടത്തിൽ അതെല്ലാം വെച്ച് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു. അതെ, ശാലിനിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്, എൻ്റെ മരുമകളായിട്ട്, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എന്ന് പറയുമ്പോൾ ശാലിനി വളരെ സന്തോഷത്തോടെ സത്യഭാമയെ നോക്കുന്നു.